GAB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാമിസ്ട്രിയിൽ തന്നെ വളരെയധികം ഒരു അപൂർവമായൊരു കൈരേഖയെ പറ്റിയാണ്. എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ യോഗങ്ങളും കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു അപൂർവ രേഖയാണ് ഇത്. നമ്മുടെ ആയുർരേഖയിലാണ് വരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ രേഖയോടൊപ്പം തന്നെയാണ് ഈ ഒരു രേഖ വരുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം, ഉയർച്ച തുടങ്ങിയവ എല്ലാം കൊണ്ടുവരുന്ന ഈ രേഖയുടെ ഇമേജ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഇമേജ് നിങ്ങളെ കാണിക്കുന്നതുമാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം നിങ്ങളതൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ദിനപ്പൊരുത്തത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പൊരുത്തത്തെപ്പറ്റി മനസ്സിലാക്കാനുള്ളതാണെങ്കിൽ, നിങ്ങൾക്കിത് എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയത്തില്ലാത്തവരാണെങ്കിൽ, അതായത് ചില മറ്റു മതത്തിലുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പാമിസ്ട്രി മല്ലു എന്ന് പറയുന്ന ഫുൾ പ്ലേലിസ്റ്റ് ഒന്ന് വെച്ച് കാണുക. ആസ്ട്രോളജി 2025 പറഞ്ഞിട്ട് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ് പൊരുത്ത വ്യത്യാസം എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാവും. അതുപോലെ തന്നെ ചില യോഗങ്ങളെ പറ്റി ഞാൻ സംസാരിച്ചിരുന്നു. ആ യോഗങ്ങളുടെ സീരീസ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവിധ നല്ല ഗുണങ്ങൾ തരുന്ന യോഗങ്ങളുടെയും 30% ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ നല്ല യോഗങ്ങളുടെയും പേരുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം നീചഗ്രഹങ്ങളാണ് മിക്കതും വരുന്നത്. അതുകൊണ്ട് ആ യോഗങ്ങളെപ്പറ്റി ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ ചാനൽ വഴി നമ്മൾ നല്ല സന്ദേശങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. മറ്റ് ടെൻഷനാക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മളിവിടെ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ശുഭയോഗങ്ങളെപ്പറ്റി മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി, ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അപൂർവമായ ഒരു രേഖ, ഹസ്തരേഖ വരുന്ന കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇമേജ് ഞാൻ താരക്കിട്ടുണ്ട്. നമുക്ക് ആ ഇമേജിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഇതാണ് ഇമേജ്. ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ പറയുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ആയുർരേഖ, ഈ ലൈനാണ് ആയുർരേഖ. ഈ കാണുന്നതാണ് നമ്മുടെ ബാഹ്യരേഖ. ഈ കാണുന്നതാണ് നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ. ഈ കാണുന്നതാണ് നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ആയുർരേഖയുടെ അവസാനമോ ഈ സൈഡിലോ എവിടെയെങ്കിലും ഇങ്ങനെ ത്രികോണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാനൊരു ത്രികോണമാണ് വരച്ചിരിക്കുന്നത്, ഇങ്ങോട്ടൊക്കെ ത്രികോണങ്ങൾ വരാം. അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ അത് ചില ആളുകൾ പറയും ആയുർരേഖകൾ ത്രികോണം ശുഭകരമല്ല എന്ന് പറയും. ത്രികോണമൊക്കെ അത് അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ത്രികോണം വരുന്നത് ഐശ്വര്യത്തിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ ആയുർരേഖ കാണുന്ന ത്രികോണ ചിഹ്നം നമുക്ക് ആയുർരേഖയുടെ അവസാനമാണ് കാണുന്നതെങ്കിൽ വാർദ്ധക്യത്തിൽ നല്ല ആരോഗ്യമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യം ആവശ്യമുള്ളത് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പകാലത്തല്ല, നമ്മുടെ വാർദ്ധക്യത്തിലാണ്. ചെറുപ്പത്തിൽ എത്ര ശക്തി ഉണ്ടെങ്കിലും നമ്മളെ കാത്തിരിക്കുന്ന വാർദ്ധക്യമാണ്, ചെറുപ്പകാലമല്ല. വളരെ കുറച്ച് കാലയളവേ ഉള്ളൂ നമുക്ക് ചെറുപ്പകാലമെന്ന് പറയുന്നത്. നമ്മുടെ ആദ്യ കാലഘട്ടം നമ്മുടെ ബാല്യകാലമാണ്. ഈ സമയത്ത് നമ്മൾ വലിയ പ്രവർത്തികളൊന്നും ചെയ്യാറില്ല. നമുക്ക് വളരെയധികം ആരോഗ്യം ഉണ്ടായിരിക്കുകയും തന്നെ. കുട്ടിക്കാലത്ത് ആരോഗ്യമുണ്ട്. ആരോഗ്യമൊക്കെ നമ്മൾ ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് തീർക്കും. പ്രധാനമായി നമ്മുടെ ആരോഗ്യം, ജീവിത ലക്ഷ്യങ്ങൾ മുന്നേറണമെങ്കിൽ 20 മുതൽ നമുക്കൊരു 39 വയസ്സ് വരെയാണ് ഒരു വ്യക്തിക്ക് ഒരു ചെറുപ്പകാലം എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു ആരോഗ്യം നന്നായിരിക്കുക, ആരോഗ്യവാനായ വ്യക്തി അല്ലെ ആരോഗ്യവതിയായ സ്ത്രീ, അതാണ് നമുക്ക് ആവശ്യം. പക്ഷെ ഇത് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോകും. ഈ പറയുന്ന 2 ഡേറ്റും കഴിഞ്ഞു പോകും. അതായത് 1 വയസ്സ് മുതൽ നമുക്ക് ഒരു 15 വയസ്സോടുകൂടി നമ്മുടെ ഏകദേശം ഒരു ബാല്യകാലം കഴിഞ്ഞു പോയി, തീർന്നു. അതിനുശേഷം നമ്മൾക്ക് കൗമാരകാലം വരുന്നു. ആ ഒരു സമയത്ത് 15 മുതൽ ഒരു 17, 18, 19 ആകുമ്പോൾ അതും അവസാനിച്ചു, വളരെ പെട്ടെന്ന് അവസാനിച്ചു. പിന്നെ ഒരു 20 വയസ്സ് മുതൽ 39 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവസാനിച്ചു. പിന്നെ ഉള്ളത് മുഴുവൻ എന്താണ്? 39 ശേഷം 40 മുതൽ 50, 50 മുതൽ 60, 60, 70, 80, 90 അവിടെയൊക്കെ ആയുസുള്ളവരുണ്ടെങ്കിൽ മിക്ക ആളുകളും ഒരു 70, 78 വരെയൊക്കെ ചിലർ പോകും. പിന്നെ മുഴുവൻ നിൽക്കുന്നത് നമുക്ക് വാർദ്ധക്യമാണ്. മധ്യവയസ്കെത്തുന്നു, 40-എത്തുമ്പം മധ്യവയസ്സായി. അതിനുശേഷം തന്നെ വാർദ്ധക്യത്തിലേക്ക് നമ്മൾ പടിയെടുത്തു വെച്ചു. 40-ലോട്ട് തന്നെ നമ്മൾ പടിയെടുത്തു വെച്ചു. ഈ സമയത്ത് നമുക്ക് രോഗങ്ങൾ ബാധിക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കുക തുടങ്ങി വന്നിട്ടാണ് പിന്നെ ഇങ്ങോട്ട് നമുക്ക് ആശുപത്രിവാസം തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് പോകുന്ന ഓരോ കൊല്ലവും നമ്മുടെ അവസ്ഥ മോശമായിക്കൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ ആളുകളുടെയും. പക്ഷേ ഇത്തരം ഒരു ചിഹ്നമാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ നിങ്ങളുടെ വാർദ്ധക്യകാലം നിങ്ങൾ ചെറുപ്പക്കാരെ പോലെ തന്നെ ആരോഗ്യവാനാണ്, അങ്ങനെ തന്നെ ഇരിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് കാണുന്നത്. ഇവിടെ എല്ലാം ത്രികോണങ്ങൾ വന്നാൽ ആ കാലഘട്ടം എല്ലാം നല്ല ആരോഗ്യമുണ്ട്.
ഇനി മുന്നോട്ടും ആരോഗ്യത്തോടു കൂടി ജീവിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ആ കാണുന്ന ആയുർരേഖയിലുള്ള ത്രികോണങ്ങളെല്ലാം. അതുപോലെ ബുദ്ധിരേഖയെ കാണുന്ന ത്രികോണങ്ങളെല്ലാം വരികയാണെങ്കിൽ അത് ബുദ്ധിപരമായ പ്രവർത്തികളിലൂടെ ജീവിതം രക്ഷിക്കുമെന്നാണ്. ഹൃദയരേഖ വഴിയാണ് ത്രികോണം കാണുന്നതെങ്കിൽ നല്ല ആരോഗ്യമാണ് അതിനർത്ഥം. ഇതും ആരോഗ്യം തന്നെയാണ് കാണിക്കുന്നത്, മനസ്സിലാക്കുക. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ഇവിടെ കൈയുടെ നടുക്ക്, അതായത് ഇപ്പോൾ ഭാഗ്യരേഖ ഇങ്ങനെ പോകുന്നു, ആയുർരേഖ ഇങ്ങനെ പോകുന്നു, ശിരോരേഖ ഇങ്ങനെ പോകുന്നു, ഹൃദയരേഖ ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ നടുക്കൊരു ഗ്യാപ്പ് ഉണ്ടാകും കണ്ടോ, ഒരു ചെറിയൊരു വഴി. ആ വഴിയിൽ ഇവിടെയായിട്ട് അപ്പോൾ ഇതിൽ ഒരു ഫിംബലേ വരൂ, എല്ലാം ഒന്നിച്ച് വരില്ല. അപ്പം മനസ്സിലാക്കുക, വ്യത്യസ്ത കൈകൾ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ വരുമ്പോൾ ഇത് ബാക്കി രേഖകളൊന്നും ഇല്ലെന്ന് കരുതുക, ബാക്കി ഈ ഫിംബലുകളില്ലെന്ന് കരുതുക. പ്ലെയിനായ ഒരു ഹാൻഡിൽ നടുക്ക് ഇതുപോലൊരു ത്രികോണം. ആയുർരേഖയുടെയും ബുദ്ധിരേഖയുടെയും ഭാഗ്യരേഖയുടെയും നടുവിലായി ഇതുപോലെ ത്രികോണമുണ്ടെങ്കിൽ ആ വ്യക്തി അധികാര സ്ഥാനങ്ങൾ, നിയമപാലനം, അതുപോലെ തന്നെ വലിയ വലിയ അധികാര സ്ഥാനം, പട്ടാളം പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, ഒരു യൂണിയൻ്റെ ലീഡറാവുക, അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിത്തീരും. സാമ്പത്തികമായി വളരെയധികം ഉയർച്ച എത്തുന്ന ആളാണെന്നുള്ളതും ആണ് പറയുന്നത്. ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്നുണ്ട്, ശ്രദ്ധിക്കുക, ക്ഷമിക്കുക. ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്ന കയ്യിൽ ഫോൺ വെച്ചിരിക്കുന്നുണ്ട്, മനസ്സിലാക്കുക. ഓക്കെ. അപ്പം ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ഇതുപോലെ തന്നെ ആയുർരേഖയിൽ മുകളിലേക്ക് കുറച്ച് ശാഖകൾ ഇങ്ങനെ കാണുക എന്ന് കരുതുക. ചിലത് എന്ന് ബുദ്ധിരേഖ ഇടിച്ചു വെക്കും, ചിലത് ബുദ്ധിരേഖ കടത്തി ഇങ്ങോട്ട് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഏതാണേലും ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. നമ്മുടെ മനസ്സിലൊരു സ്വപ്നം കിടപ്പുണ്ട്. ആ സ്വപ്നം അത് നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, അല്ലാതെ ഇരിക്കുമ്പോഴുള്ള നമ്മുടെ ദിവാസ്വപ്നത്തിൽ നമ്മൾ ഇന്നതാകണം, അതാകണം, ഇതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടാവും. അതിനായി നമ്മൾ അക്ഷീണം പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വിജയത്തിൻ്റെ പാതയിൽ തന്നെ എത്തും. ആദ്യകാലത്തെ കഷ്ടപ്പാടുകൾ നമ്മൾ ഭേദിച്ച് നമ്മളെത്തും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്ന ശാഖാരേഖകൾ. ഇത്തരം ഒരു രേഖയാണ് നിങ്ങളുടെ കൈകളിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും എന്നുള്ളതിനുള്ള സിമ്പലാണ് കാണുന്നത്. ഇനി ഈ കാണുന്നത് ഒരു താമര ചിഹ്നമാണ്. താമര ഇത് ഇവിടെ ആവണമെന്നില്ല, ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, എവിടെ വേണം വരാം. ഈ ഗ്യാപ്പിനകത്ത് എവിടെ വന്നാലും സാമ്പത്തികമായ അഭിവൃദ്ധി, ലോട്ടറി, ഭാഗ്യങ്ങൾ തുടങ്ങിയവയെല്ലാം ലഭിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു ലക്ഷണമാണ് ഈ കാണുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ വളരെയധികം ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ശാഖാരേഖയും അതുപോലെ തന്നെ 2 ത്രികോണങ്ങളും ഒരു താമരയെപ്പറ്റിയുമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്തത്, മനസ്സിലാക്കുക. വളരെയധികം അത്ഭുതകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അപൂർവമായ ചില ചിഹ്നങ്ങളെപ്പറ്റിയും കുറച്ച് രേഖകളെപ്പറ്റിയുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. തീർന്നിട്ടില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടു, മനസ്സിലാക്കി, ഇമേജിലൂടെ നമ്മൾ മനസ്സിലാക്കി, അപൂർവമായ ഒരു രേഖ വരുന്നതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. ഈ രേഖ വന്ന ആളുടെ ഗുണത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. ഈ രേഖയിലൂടെ നമുക്ക് വരുന്ന ഐശ്വര്യത്തെപ്പറ്റി മനസ്സിലാക്കി. അപ്പോൾ ഇതൊരു അപൂർവ രേഖയാണ്. ഇത്തരം ഒരു രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ, ഇത്തരം ഒരു ചിഹ്നം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളതും നിങ്ങളുടെ പരിചയക്കാരുടെ കയ്യിൽ, സുഹൃത്തുക്കളുടെ കയ്യിൽ, വീട്ടിൽപ്പെട്ട അംഗങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർക്ക് വരാൻ പോകുന്ന ഐശ്വര്യത്തെപ്പറ്റി നിങ്ങൾക്ക് അവബോധം ലഭിക്കും. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നലെ ഞാൻ സംസാരിച്ചത് ജനുവരി മാസം ജനിച്ച ആളുകളുടെ പ്രത്യേകതകളായിരുന്നു. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസം ജനിച്ച ആളുകളുടെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കാം ഫെബ്രുവരി മാസം ജനിച്ച ആളുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് നമുക്ക് പരിശോധിക്കാം. ഫെബ്രുവരി മാസം ജനിച്ച ആളുകൾ തർക്ക വിഷയങ്ങളിലും വാദപ്രതിവാദങ്ങളിലുമൊക്കെ വളരെയധികം ജയിക്കുന്ന ആളുകളാണ്. തർക്കശാസ്ത്രമെന്ന് പറയുമല്ലോ, തർക്കിച്ചെല്ലാം നേടുക, തർക്കിച്ച സ്വന്തം ഭാഗം വിജയിപ്പിക്കുക തുടങ്ങിയവ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് ഈ പറയുന്ന ഫെബ്രുവരിയിലുള്ള ആളുകൾ. പിന്നെ പെട്ടെന്ന് മൂഡ് ഓഫ് ആവുന്ന ആളുകളാണ് ഫെബ്രുവരി ജനിച്ച ആളുകൾ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചെറുതായിട്ടൊന്ന് മനസ്സ് വിഷമിപ്പിച്ചാൽ ആ സ്പോട്ടിൽ തന്നെ അവരുടെ മനസ്സ് വിഷമിക്കും. ഇതാണ് ഫെബ്രുവരിയിലെ ആളുകളുടെ മറ്റൊരു പ്രധാന പ്രശ്നം. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കാനുള്ള കഴിവ്. അവരുടെ ചെയ്തികളും പ്രവർത്തികളും എല്ലാം എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളും സംസാരവും ഇടപെടലും ഒക്കെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കാം ഫെബ്രുവരിയിൽ ജനിക്കുന്നവർ ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ രീതി അങ്ങനെയാണ്, അവരങ്ങനെയാണ് ജീവിക്കുക.
കലാപരമായി ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് കഴിവുണ്ട്. എങ്കിലും ചില മടികളോ ചില ഒരു ചമ്മൽ അല്ലെങ്കിൽ ഒരു സ്വഭാവം കാരണം ചില കാര്യങ്ങളൊന്നും അവർ പ്രദർശിപ്പിക്കാൻ മടി കാണിക്കുന്നവർ കൂടിയാണ്. കലാപരമായിട്ട് ചില കഴിവുകൾ അവർക്കുണ്ട്, മനസ്സിലാക്കുക. പിന്നെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. സ്വാതന്ത്ര്യ ചിന്ത, അതായത് സ്വതന്ത്രമായി ചിന്തിക്കുക, സ്വന്തമായി ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യാനായിട്ട് ധൈര്യം കാണിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ് ഫെബ്രുവരി ജനിക്കുന്ന ആളുകൾ. സാഹസിക മനോഭാവമുള്ളവരാണ്. ഒരു റിസ്ക് ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കുന്ന ആളുകളാണ് ഫെബ്രുവരി ജനിക്കുന്ന ആളുകൾ. കാരണം അവരങ്ങനെ ഒരു കാര്യത്തിൽ ശങ്കിച്ച് നിൽക്കാറില്ല. അവർ ചെയ്യുന്ന പ്രവർത്തികൾ അവർ ധൈര്യസമ്പാദം ചെയ്തു പോകും. ചെറിയ പേടിയൊക്കെ ഉള്ളിലുണ്ടായിരിക്കാം, പക്ഷെ അവർ അത് ചെയ്തു നോക്കാനുള്ള ധൈര്യം അവർ കാണിക്കാറുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി ജനിക്കുന്നവർ അങ്ങനെയുള്ള. പിന്നെ അവർക്ക് സ്നേഹസമ്പന്നത കൂടുതലാണ്. അവരെല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്നവരാണ്. കൂടുതൽ കർക്കശമായിട്ടോ ഒന്നും അല്ലെങ്കിൽ സ്വാർത്ഥപരമായിട്ടോ ഒന്നും അവർ ഇടപെടാറില്ല. കാരണം അത് അല്പം കൂടി സ്നേഹത്തോടു കൂടി ഇടപെടുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ വളരെയധികം നല്ല രീതിയിലുള്ള സ്വഭാവ രീതി, അത് 27 നക്ഷത്രത്തിൽ ഏത് നക്ഷത്രമായിക്കോട്ടെ, ഫെബ്രുവരി മാസം ജനിക്കുന്ന ആളാണെങ്കിൽ ഏകദേശം സ്വഭാവ രീതി ഈ രീതിയിലായിരിക്കും. പിന്നെ മറ്റൊരാൾ പറയുന്ന ഒരു ആശയത്തിൽ നിന്ന് വേറിട്ട ഒരു ചിന്ത, വേറിട്ട് ചിന്തിക്കുക, വേറിട്ട പ്രവർത്തികൾ ചെയ്യുക. അതായത് മറ്റുള്ളവർ പറയും ഇന്ന ഇന്ന നിയമങ്ങൾ വെച്ചിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ അതിന് വേറൊരു ബദൽമാർഗം കണ്ടുപിടിച്ച് അത് നന്നായി ചെയ്യാനുള്ള കഴിവ് ഫെബ്രുവരി ജനിച്ചവർക്കുണ്ട്. അതിനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പം അതും അവരുടെ ഒരു പ്രത്യേകതയാണെന്ന് നമുക്ക് ഈ എടുത്തു തന്നെ പറയും. വളരെയധികം ഐശ്വര്യപൂർണമായ ഒരു സ്വഭാവ രീതി കാണിക്കുന്ന ആളുകളാണ് ഫെബ്രുവരി ജനിച്ച് എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്ന ദിനപ്പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളുടെ ലിസ്റ്റിൽ ഇന്നലെ നമ്മൾ അനിഴത്തിനെ പറ്റിയാണ് സംസാരിച്ചത്. അനിഴത്തിൽ വരുന്ന ഏതെല്ലാം നക്ഷത്രങ്ങളുമായിട്ട് പൊരുത്തമില്ല എന്നുള്ളത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രത്തിനെ പറ്റിയാണ്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രത്തെ പറ്റി ഞാൻ പൊതുസഭാത്തിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണുക. പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് അസ്ട്രോളജി 2025 എന്ന് പറയുന്ന ആ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കാണുവാണെങ്കിൽ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പൊതുസ്വഭാവം നിങ്ങൾക്ക് കിട്ടും. എങ്കിലും ചെറിയൊരു ഓർമ്മപ്പെടുത്തലിനായി ഞാൻ പറയാം. ജ്യേഷ്ഠ എന്നറിയപ്പെടുന്ന ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. ഇതിനെ തൃക്കേട്ട എന്ന് പറയുന്നത് കേട്ട നക്ഷത്രം എന്ന് മാത്രം പറയാറുണ്ട്. അങ്ങനെ ഒരു പേരുണ്ട്, കേട്ട എന്ന് മാത്രമായിട്ട് പറയും. ഒരു ജ്യേഷ്ഠ തുല്യമായ ഒരു പ്രാധാന്യം നമുക്ക് ആ നക്ഷത്രമുള്ള ഒരു വ്യക്തിക്ക് ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിർത്താം എന്ന് പറയുന്നൊരു നക്ഷത്രമാണിത്. ഈ നക്ഷത്രത്തിന് സ്വഭാവ രീതികൾ വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിശക്തി കൂടുതലാണ്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇവർ എടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകാറുണ്ട്. അതായത് ദൃഢമല്ലാത്ത ചില തീരുമാനങ്ങൾ ചില സമയം ഇവർ എടുക്കാറുണ്ട്. ചിലപ്പോൾ അവർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാത്ത ഒരു സ്വഭാവങ്ങൾ ചിലപ്പോൾ കാണിക്കാറുണ്ട്. വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. പക്ഷേ എങ്കിലും തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കുമ്പോൾ അത്ര ദൃഢത ചിലപ്പോൾ എടുക്കാൻ സാധിക്കാതെ വരാറുണ്ട്. അത് അവർക്കൊരു ചെറിയ പിടിവാശികൾ തുടങ്ങിയവ, മുൻകോപം, ദേഷ്യം തുടങ്ങിയവയെ ഇവർ പ്രകടിപ്പിക്കാറുണ്ട്. കലാപരമായും സാമ്പത്തികമായും വളരെയധികം ഉയർച്ച വരുന്നതും ധാരാളം ആളുകൾക്ക് താല്പര്യം, അതായത് പൊരുത്തക്കുറവുള്ള നക്ഷത്രങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ധാരാളം പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ഉയർച്ച ജീവിതത്തിൽ ലഭിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഉയർച്ചയുണ്ട്. ഇവർക്ക് ലൈഫിൽ സക്സസ് ആവാനായിട്ട് സാധിക്കുന്ന ആളുകളാണ് കലാപരമായ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ ഇവർക്ക് മുൻകോപം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചില സമയം ഇവർ മുൻകോപം ഉണ്ടാവും. പിന്നെ ഇവർക്ക് സന്താന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ട്. സന്താനങ്ങളുടെ പ്രശംസ ഇവർക്ക് അറിയിക്കാനായിട്ട് സാധിക്കും. ഇവരുടെ വിജയങ്ങളിൽ ചില കുട്ടികൾ ചിലപ്പോൾ മാതാപിതാക്കളുടെ വിജയങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല, അല്ലെങ്കിൽ ചില കുട്ടികളുടെ വിജയം മാതാപിതാക്കൾ അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമില്ല. സ്വന്തം മാതാപിതാക്കളെ തൃക്കേട്ടപ്പെട്ട ഒരാൾ ആണ് മാതാപിതാക്കളെങ്കിൽ ആ വ്യക്തിക്ക്, തൃക്കേട്ട വ്യക്തിക്ക് ഒരു വിജയം ലഭിക്കുമ്പോൾ സ്വന്തം മക്കൾ പ്രശംസിക്കുന്ന ഒരു ഭാഗ്യം തൃക്കേട്ടക്കാർക്കുണ്ട്. പിന്നെ നല്ല ആരോഗ്യസ്ഥിതി എപ്പോഴും കറക്റ്റായിരിക്കും ഇവർക്ക്. നല്ല ആരോഗ്യമുള്ള ശരീരഘടന ആവണമെന്നില്ല, മെലിഞ്ഞ ശരീരഘടനയൊക്കെ ആവാം. പക്ഷേ ആരോഗ്യസ്ഥിതി വളരെയധികം അവർക്ക് ചിലപ്പോൾ തൃപ്തികരമായിരിക്കും എപ്പോഴും. പിന്നെ ചില സമയങ്ങളിൽ സ്വാർത്ഥമായ ചില പെരുമാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. ചില ടൈമിൽ അവർ സ്വാർത്ഥ പെരുമാറ്റങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന ക്രൂക്കഡ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അത് ഇംഗ്ലീഷിൽ ക്രൂക്കഡ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് പറയാം കുറുക്ക ബുദ്ധി കാണിക്കുക. തമിഴിലൊക്കെ ഉള്ള വാക്കാണ് കുറുക്ക് ബുദ്ധി. പിന്നെ ചിലർ പറയും വക്രബുദ്ധി എന്ന് പറയും, അല്ലെങ്കിൽ വളഞ്ഞ വഴി സ്വീകരിക്കുന്ന വളഞ്ഞ ബുദ്ധി.
എന്ന് പറയും, അല്ലെങ്കിൽ കൗശലം പിടിച്ച ട്രിക്ക് പിടിച്ച ആൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ബുദ്ധി സവിശേഷത കൊണ്ട് ചില പ്രവൃത്തികളൊക്കെ കൗശലപരമായി, ചില നാടുകളിൽ പച്ച മലയാളത്തിൽ കുരുട്ടുബുദ്ധി എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ചില ട്രിക്കുകൾ ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികളിൽ ചെയ്ത് വിജയം വരിക്കുന്ന ആളുകൾ കൂടിയാണ് തൃക്കേട്ടയിലുള്ളവർ. പിന്നെ മാന്ത്രികൻ പോലുള്ള കാര്യങ്ങൾ, ഗൂഢമായ ചില വിഷയങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ സ്വർണ്ണ ആഭരണങ്ങളെപ്പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ പഠിച്ചു വെക്കുക, നിയമപരമായ കാര്യങ്ങളെപ്പറ്റി അറിവുകൾ സമ്പാദിച്ചു വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് പ്രധാന ഹോബികളാണ്. പിന്നെ ഇവർക്ക് വിദേശവാസ യോഗമുണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ ഇവർക്ക് വിദേശത്ത് പോയി വരാനുള്ള, സെറ്റിൽഡ് ആകുന്ന അത്ര ഇല്ല, പോയി വരാൻ വിസിറ്റ് ചെയ്യാനുള്ള യോഗങ്ങളൊക്കെ ഇവർക്കുണ്ട്. അതിനുള്ള യോഗങ്ങളൊക്കെ ഇവർക്ക് നന്നായിട്ടുണ്ട്. പിന്നെ തൊഴിലൊക്കെ ലാഭം ലഭിക്കാറുണ്ട്. തൊഴിൽ ആദ്യകാലത്ത് അല്പം കഷ്ടപ്പാടായിരിക്കും. ആ കഷ്ടപ്പാടിനൊടുവിൽ ഇവർക്ക് തൊഴിലിൽ ലാഭം ലഭിക്കാറുണ്ട്. തൊഴിൽ ലാഭം എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉന്നമനം, തൊഴിലിൽ പ്രമോഷൻ തുടങ്ങിയവയെല്ലാം ഇവർക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ തൊഴിൽ ചെയ്യുന്ന കാലഘട്ടം ചിലപ്പോൾ കുറഞ്ഞു പോകാറുണ്ട്. 6 വർഷം 7 വർഷത്തിൽ കൂടുതലൊന്നും ചില സമയങ്ങളിൽ തൊഴിൽ തുടർന്നുകൊണ്ട് പോകാൻ പറ്റാതെ അടുത്ത തൊഴിലിലേക്ക് ചാടാനുള്ള ഒരു പ്രവണത ചിലപ്പോൾ സഹായിക്കാറുണ്ട്. ചിലപ്പോൾ കൃത്യമായിട്ട് 6 കൊല്ലം ഒരു തൊഴിൽ ചെയ്താൽ ചിലപ്പോൾ അത് മാറ്റിയിട്ട് വേറൊരു തൊഴിൽ ചെയ്യാനുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യാറുണ്ട്. ചില ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും, ചില ആളുകൾ എവിടെയെങ്കിലും ജോലി ചെയ്യുക. പിന്നെ കലാപരമായ പ്രവർത്തനങ്ങളിലൊക്കെ ഇവരെ വളരെയധികം വിജയം ലഭിക്കുന്ന ആളുകളാണ്. ഇവർക്ക് കലാപരമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ബന്ധുജനങ്ങളുമായിട്ട് ചില സമയങ്ങളിൽ വാക്കുതർക്കം, പ്രശ്നങ്ങൾ തുടങ്ങിയവ ഇവർക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയം ബന്ധുജനങ്ങളുമായിട്ട് ചില സഹായങ്ങളൊന്നും ലഭിക്കുകയില്ല. ചിലപ്പോൾ ബന്ധുക്കൾ സഹായിക്കുകയില്ല, ചിലപ്പോൾ ബന്ധുക്കളെ ഇവരും സഹായിക്കുകയില്ല. സഹോദരങ്ങളുമായിട്ടും ചില സമയങ്ങളിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതും ബന്ധുവിവാദപ്പെടുന്നവരാണല്ലോ. പിന്നെ അറിവ് സമ്പാദിക്കുക, കൂടുതൽ വിദ്യാഭ്യാസം നേടിവെക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ഹോബിയാണ്. പിന്നെ ഏതൊരു കാര്യത്തിലും മറുപടി പറയാനുള്ള കഴിവ്. ഒരു ചെറിയ തർക്കമുണ്ടായാൽ തീർച്ചയായും അവർ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയും. എന്തിനും മറുപടി, എന്ത് കാര്യത്തിനും. ചില ആളുകൾ അങ്ങനെ ചിലപ്പോൾ ആരെങ്കിലും ദേഷ്യപ്പെട്ടാലോ ഒച്ച വെച്ചാലോ ഒന്നും മൈൻഡ് ചെയ്യാതെ മിണ്ടാതിരിക്കും. ചില ആളുകൾ വന്ന് എത്ര ഉപദ്രവം കാണിച്ചാലും ചിലപ്പോൾ മിണ്ടാതെ ക്ഷമയോടുകൂടി ഇരിക്കും. തൃക്കേട്ടപ്പെട്ട ഒരാൾ ഏതൊരു കാര്യത്തിനും മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കും. അവരത് അന്നന്ന് പിന്നത്തേക്ക് അവർ വെക്കത്തില്ല. അത് ആ സ്പോട്ടിൽ തന്നെ അവർ അതിന് പ്രതികരിക്കും. അതാണ് അവരുടെ വേറൊരു പ്രത്യേകത. പിന്നെ ചില സമയം കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ കലഹത്തിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ആളുകളും തൃക്കേട്ടക്കാരാണ്. ഇത്രയും കാര്യങ്ങളായിരുന്നു തൃക്കേട്ടയെപ്പറ്റി. ഇത് അന്ന് പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് തൃക്കേട്ടയുടെ ഒരു യഥാർത്ഥ പൊതുസ്വഭാവം എന്ന് പറയാവുന്നത്. തൃക്കേട്ട നക്ഷത്രവുമായിട്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ ഏതെല്ലാം, അതാണ് നമ്മൾ പറയുന്നത്. ദിനപ്പൊരുത്തം എന്താണ്, അതുപോലെ തന്നെ ആളുകളുമായിട്ടുള്ള പൊരുത്തക്കുറവും ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ഏതെല്ലാം പേര് പറയുന്നു ആ ആളുകളായിട്ട് പൊരുത്തം തൃക്കേട്ടയ്ക്കില്ല എന്ന് മനസ്സിലാക്കുക. ആ ദിവസങ്ങൾ കലണ്ടർ വരുന്ന ദിവസവും തൃക്കേട്ടയ്ക്ക് ശുഭകരമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒന്നാമത്തെ നക്ഷത്രമായിട്ട് തൃക്കേട്ടയുടെ ഏറ്റവും ശക്തിയായ, ഏറ്റവും കൂടുതൽ വികർഷണം സംഭവിക്കുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രവും തൃക്കേട്ടയുമായിട്ട് ഒരു കാരണവശാലും ചേരുകയില്ല. അപ്പോൾ അശ്വതിപ്പെടുന്ന ഒരു വ്യക്തി മുന്നിൽ വന്നാലും വാക്കിറക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും ശക്തമായ പ്രബല നക്ഷത്രങ്ങളിൽപ്പെടുന്ന ആയതുകൊണ്ടാണ് അശ്വതിയുമായിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ തർക്കങ്ങളുണ്ടാകാൻ സാധ്യത. മറ്റു നക്ഷത്രങ്ങളാണെങ്കിൽ അതിനുള്ള തീവ്രതകൾ കുറഞ്ഞിരിക്കും. പക്ഷേ അശ്വതി നക്ഷത്രം ഒന്നാം നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രവുമായിട്ട് മുന്നിൽ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നില്ല തൃക്കേട്ടയുള്ള ആൾക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ആളോട് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ദേഷ്യം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ അശ്വതിപ്പെട്ട ദിവസവും അത്ര തൃക്കേട്ടയ്ക്ക് ശുഭകരമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വ്യക്തിയുമായിട്ടും പൊരുത്തമില്ല, ഈ ദിവസവുമായിട്ടും തൃക്കേട്ടയ്ക്ക് പൊരുത്തമില്ലെന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് പൂരാട നക്ഷത്രവുമായിട്ട് തൃക്കേട്ടയ്ക്ക് യാതൊരുവിധ പൊരുത്തവുമില്ല. പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ തൃക്കേട്ടയിൽപ്പെട്ട ഒരാളുടെ കലാപരമായ പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ അഭിനയിക്കുന്ന കാര്യമായിക്കോട്ടെ, ഏതെങ്കിലും കാര്യമായിക്കോട്ടെ, ആ കാര്യങ്ങൾ കാണുന്നത് പൂരാടത്തിന് ഇഷ്ടമാണ്. പൂരാടത്തിലുള്ള ആൾക്ക് തൃക്കേട്ടയിലുള്ള ആളുടെ പ്രവൃത്തികൾ, കലാപരമായ പ്രവൃത്തികൾ, ജോലിയിലുള്ള മികവ്, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പൂരാടത്തിലുള്ള ആളെ കാണുന്നതും പൂരാടത്തിലുള്ള ആളോട് ഇടപെടുന്നതും തൃക്കേട്ടയിലുള്ള ആളുകൾക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം, വികർഷണം സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പൂരാടത്തിന് അല്പം കൂടി വികർഷണക്കുറവ് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ശതമാനം വേണമെങ്കിൽ നമുക്ക് പൊരുത്തമുണ്ട് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. പക്ഷെ അത്ര ശുഭകരമല്ല. അടുത്തായിട്ട് പൊരുത്തമില്ലാതെ തൃക്കേട്ടയോടെ നിൽക്കുന്ന നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം. തിരുവോണവുമായിട്ട് തൃക്കേട്ടയ്ക്ക് പൊരുത്തമില്ല. തിരുവോണം വരുന്ന ദിവസവും ശുഭകരമല്ല,
മാസത്തിൽ, കലണ്ടറിൽ എല്ലാ മാസവും ഉണ്ട്. ഇപ്പോൾ തിരുവോണം വരുന്ന ദിവസവും ശുഭകരമല്ല, തിരുവോണത്തിൽപ്പെടുന്ന ആളുമായിട്ടുള്ള ഒരു പ്രവൃത്തികളും ശുഭകരമല്ലെന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് ചതയം നക്ഷത്രവുമായിട്ട് തൃക്കേട്ടയ്ക്ക് അത്ര വലിയ പൊരുത്തമില്ല. പക്ഷേ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. വേണമെങ്കിൽ ചതയവുമായിട്ട് തൃക്കേട്ടയ്ക്ക് പൊരുത്തപ്പെടാം. ചില പാദവ്യത്യാസങ്ങൾ അനുസരിച്ച് മാത്രമേ ഇവിടെ ചതയത്തിന് തൃക്കേട്ടയായിട്ട് പൊരുത്തക്കുറവ് വരുന്നുള്ളൂ. ചില പാദവ്യത്യാസങ്ങളിൽ ചിലപ്പോൾ ചതയവും അശ്വതിയും തമ്മിലും പൊരുത്തമില്ലാതെ പറയുന്നുണ്ട് ചില സമയങ്ങളിൽ. പക്ഷേ പൊരുത്തം ചതയവും അശ്വതിയുമായിട്ട് ചിലതിന് പൊരുത്തമുണ്ട്, ചില പാദങ്ങളിൽ പൊരുത്തമില്ല. അതുപോലെ തന്നെ തൃക്കേട്ടയിൽ ചില പാദങ്ങളിൽ പൊരുത്തമുണ്ട്, ചില പാദങ്ങളിൽ പൊരുത്തമില്ല എന്ന് മനസ്സിലാക്കുക. അടുത്താണ് മകീര നക്ഷത്രം. മകീര നക്ഷത്രവുമായിട്ട് തൃക്കേട്ടയ്ക്ക് പൊരുത്തമേ ഇല്ല, മനസ്സിലാക്കുക. പൊരുത്തമേ ഇല്ല. എങ്കിലും മകീര നക്ഷത്രക്കാർക്ക് തൃക്കേട്ടയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടമാണ്. ഇപ്പോൾ കലാപരമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും മകീരത്തിലുള്ള ആൾക്ക് പൂർണ്ണമായും താല്പര്യം തൃക്കേട്ടയോട് തോന്നും. പക്ഷെ തൃക്കേട്ടയിൽപ്പെട്ട ആൾക്ക് മകീരത്തിനോട് യാതൊരുവിധ താല്പര്യവും തോന്നുകയില്ല. അടുത്തായിട്ട് തിരുവാതിരയുമായിട്ട് യാതൊരുവിധ പൊരുത്തവും തൃക്കേട്ടയ്ക്കില്ല. പക്ഷെ ഒന്നിച്ച് നീങ്ങാനാവും. തൃക്കേട്ടയപ്പെടുന്ന ആളോട് തിരുവാതിരയ്ക്ക് ഒരു പരിധിവരെ പൊരുത്തമുണ്ട്. പക്ഷേ എങ്കിലും തൃക്കേട്ടയപ്പെടുന്ന ആൾക്ക് പൂർണ്ണമായും തിരുവാതിരയോട് പൊരുത്തമില്ല. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തായിട്ട് പുണർതം നക്ഷത്രവുമായിട്ട് തൃക്കേട്ടയ്ക്ക് പൊരുത്തമില്ല. പുണർതം വരുന്ന ദിവസവും പുണർതം വരുന്ന ആളുമായിട്ടും പൊരുത്തമില്ല. ഇവിടെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ കണ്ട എല്ലാ നക്ഷത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു നക്ഷത്രമാണ് തൃക്കേട്ട എന്ന് മനസ്സിലാക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ വികർഷണം ആദ്യം സംഭവിക്കുന്നത് തൃക്കേട്ടയ്ക്ക് മാത്രം, പിന്നെ അശ്വതിക്ക്. അശ്വതിയും തൃക്കേട്ടയും മാത്രം മുന്നിൽ വരുമ്പോഴാണ് കൃത്യമായ വികർഷണം സംഭവിക്കുക. പക്ഷേ ബാക്കി എല്ലാ നക്ഷത്രക്കാരും തൃക്കേട്ടയുടെ പ്രവൃത്തികളെ അംഗീകരിക്കും, തൃക്കേട്ടയോട് ചെറിയ താല്പര്യം കാണിക്കും. പക്ഷേ വികർഷണം ആദ്യം സംഭവിക്കുന്നത് തൃക്കേട്ടയ്ക്കായതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ നക്ഷത്രക്കാരെ ഒന്നും തൃക്കേട്ടയ്ക്ക് താല്പര്യമില്ല. അപ്പോൾ കാന്തിക മണ്ഡലത്തിൻ്റെ ഒരു വികർഷണം ആദ്യം സംഭവിക്കുന്ന തൃക്കേട്ടയിലാണ്. പുരാടത്തിൽപ്പെട്ട ആൾക്ക് അത്ര പെട്ടെന്ന് വികർഷണം ഉണ്ടാകുന്നില്ല, തിരുവോണത്തിൽപ്പെട്ട ആൾക്ക് അത്ര പെട്ടെന്ന് വികർഷണം ഉണ്ടാകുന്നില്ല, ചതയത്തിന് അത്ര പെട്ടെന്ന് വികർഷണം ഉണ്ടാകുന്നില്ല, മകീരത്തിന് അത്ര പെട്ടെന്ന് വികർഷണം ഉണ്ടാകുന്നില്ല, തിരുവാതിരയ്ക്ക് അത്രയും പെട്ടെന്ന് വികർഷണം ഉണ്ടാകുന്നില്ല, പുണർതത്തിന് പെട്ടെന്ന് വികർഷണം ഉണ്ടാകുന്നില്ല. ആദ്യം ആ നക്ഷത്രത്തിലുള്ള വ്യക്തികളെ കാണുമ്പോൾ തൃക്കേട്ടയ്ക്കാണ് ഉണ്ടാകുന്നത്. രണ്ടാമത് ആ ദിവസങ്ങൾ വരുമ്പോഴും തൃക്കേട്ടയ്ക്ക് ശുഭകരമല്ല. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഈ വികർഷണം വരിക. ഇവർക്ക് ഒരു ആഴ്ചയിൽ ഇപ്പോൾ പരിചയപ്പെട്ടു, ഇതുപോലുള്ളൊരു സ്ഥലത്ത് പരിചയപ്പെട്ടുകൊണ്ട് വന്നു. തൃക്കേട്ടയുള്ള ആൾ എത്ര അകലം പാലിച്ചാലും മറ്റ് നക്ഷത്രങ്ങളിൽപ്പെട്ടവരുടെ അടുത്തടുത്ത് കൂടി സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ തൃക്കേട്ടയുള്ള ആളോട് പതിയെ ഒരു അകൽച്ച ഈ പറയുന്ന പൂരാട നക്ഷത്രത്തിനും ചതയത്തിനും ഞാൻ പറഞ്ഞ പേരിലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും അല്പ അകൽച്ച വരാൻ തുടങ്ങും. അപ്പോൾ അകന്നു മാറുന്ന അല്ലെങ്കിൽ ഒരു പൊരുത്തക്കുറവ് അനുഭവപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ വികർഷണം കംപ്ലീറ്റ് ആകും. അപ്പോൾ 1 മാസം 2 മാസം ചിലപ്പോൾ 6 മാസത്തിൻ്റെ കാലതാമസമൊക്കെ വികർഷണം സംഭവിക്കാനായിട്ട് എടുക്കാറുണ്ട്. പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും വികർഷണങ്ങൾ സംഭവിക്കാറില്ല. തൃക്കേട്ടയ്ക്ക് ആദ്യം സംഭവിക്കും, ബാക്കിയുള്ളവർക്ക് അല്പം താമസം എടുത്തിട്ടേ സംഭവിക്കുകയുള്ളൂ. ഒരു ചിന്തിക്കുന്ന എന്താണ്, ഞാൻ സംസാരിക്കാൻ ചെല്ലുമ്പോൾ എന്താണ് വലിയ ജാടയിട്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് മിണ്ടാത്തത്, എന്തുകൊണ്ടാണ് എന്നോട് അകലം എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കാര്യവും തൃക്കേട്ടയെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. കാന്തിക മണ്ഡലത്തിൻ്റെ ഒരു ആകർഷണ വീക്ഷണങ്ങളും കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എല്ലാ നക്ഷത്രക്കാർക്കും ഇത് വീതിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു നക്ഷത്രക്കാരുടെ മാത്രം കുറ്റമല്ല എന്നുകൂടി മനസ്സിലാക്കുക. എല്ലാ നക്ഷത്രക്കാർക്കും ഇത് വീതിച്ച് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത്, ഈ ദിവസങ്ങളുമായിട്ട് പൊരുത്തമില്ല, ഈ ആളുകളുമായിട്ട് പൊരുത്തമില്ല. ഇനി പൊരുത്തം ആരൊക്കെയുണ്ട്? ഞാനിത് പറയാത്ത എല്ലാ നക്ഷത്രങ്ങളുമായിട്ടും തൃക്കേട്ടയ്ക്ക് പൊരുത്തമുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വളരെ കുറച്ച് നക്ഷത്രങ്ങളുമായിട്ടേ പൊരുത്തമില്ലാത്തുള്ളൂ, കുറവാണ്. 7 നക്ഷത്രങ്ങളുമായിട്ട് മാത്രമേ പൊരുത്തമില്ലാത്തുള്ളൂ. 27 നക്ഷത്രം ഉണ്ടല്ലോ, ബാക്കി 20 നക്ഷത്രമായിട്ട് നിങ്ങൾക്ക് പൊരുത്തമുണ്ട്. മനസ്സിലായോ? 27 നക്ഷത്രം ഉള്ളതിൽ 20 നക്ഷത്രമായിട്ട് നിങ്ങൾക്ക് പൊരുത്തമുണ്ട്. മതിയില്ലേ? വളരെയധികം ആളുകളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. ബാക്കിയുള്ളതിൽ ഇതിപ്പോൾ ഏറ്റവും ശക്തമായ പ്രബലമായ നക്ഷത്രമായ അശ്വതി മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പ്രശ്നം നിങ്ങളോട് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കെല്ലാം നിങ്ങളോട് പകുതി താല്പര്യമുണ്ട്. പ്രബല നക്ഷത്രങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതിൽ തിരുവോണം പ്രബല നക്ഷത്രമാണ്, തിരുവാതിര പ്രബല നക്ഷത്രമാണ്, മകീരം പ്രബല നക്ഷത്രമാണ്, പുണർതം പ്രബല നക്ഷത്രമാണ്. ഇതെല്ലാം ദേവഗണമാണ്. ഇതിൽ തിരുവാതിര മാത്രം മനുഷ്യഗണമാണെങ്കിലും ദേവൻ്റെ പേരിലുള്ള നക്ഷത്രമാണ്.
തിരുവോണം ദേവഗണമാണ്, പിന്നെ മകേരം ദേവഗണമാണ്, പുണർതം ദേവഗണമാണ്. ഇപ്പം ഇതെല്ലാം പ്രബല നക്ഷത്രങ്ങളാണ്. ഇവർക്കെല്ലാം നിങ്ങളോട് താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ ഒരു വേണ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ബാക്കിയുള്ള 20 നക്ഷത്രക്കാർ, അശ്വതി ഒഴിച്ച് ബാക്കിയുള്ള 20 നക്ഷത്രക്കാരും പ്രബല നക്ഷത്രം അല്ലെങ്കിലും ആണെങ്കിലും ഉള്ളവരെല്ലാം തൃക്കേട്ടയും എല്ലാം നിങ്ങളോട് പൊരുത്തമുണ്ട് എന്ന് മനസ്സിലാക്കുക. സ്വന്തം നക്ഷത്രങ്ങളിൽ അത്യാവശ്യം പൊരുത്തമുണ്ട്, എന്നാൽ പൂർണ്ണമായി പൊരുത്തമില്ല, അത്യാവശ്യം ഒരു പൊരുത്തമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ വളരെയധികം സ്മൂത്തായിട്ട് എവിടെ ചെന്നാലും സുഹൃത്തുക്കൾ, ഒരുപാട് പേരുടെ സപ്പോർട്ട് ജീവിതത്തിൽ കിട്ടാനായിട്ട് യോഗമുള്ള ആളുകളാണ് തൃക്കേട്ടക്കാർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യതടസ്സങ്ങൾ കുറവായിരിക്കും. പക്ഷേ അവരുടെ മനസ്സിനെപ്പോഴും സന്തോഷമൊന്നും കാണണമെന്നുമില്ല. കാരണം അവരെ ഒറ്റപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ചില സമയങ്ങളിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടോ അവരുടെ മുൻകോപങ്ങൾ കൊണ്ടോ ചില സമയത്ത് ദൃഢമല്ലാത്ത ചിന്തകൾ കൊണ്ടോ ചില സമയത്ത് അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ചില അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നക്ഷത്രമാണ് തൃക്കേട്ട എന്ന് പറയുന്നു. വളരെ നല്ല നക്ഷത്രമാണ്, കലാപരമായ കഴിവുകളുള്ള നക്ഷത്രമാണ്, ശക്തമായൊരു നക്ഷത്രമാണിത്. ധൈര്യം, തൻ്റെ ഇടം തുടങ്ങിയവയെല്ലാം തൃക്കേട്ടയിലുള്ള അതിപ്രശസ്തരായ ആളുകളുണ്ട്, സെലിബ്രിറ്റികളായ ആളുകൾ വരെയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. എല്ലാ പ്രവർത്തനത്തിലും എല്ലാത്തരം ജോലി, ഇപ്പം പെയിൻറ്റ്, പബ്ലിഷിങ്, പ്രിൻറ്റിങ്, വസ്ത്രാലങ്കാരം, എന്ത് ജോലികളും എടുക്കാനായിട്ട് കഴിവുള്ള നക്ഷത്രമാണ് തൃക്കേട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യം നമ്മൾ ഒരു മോട്ടിവേഷനുമായിട്ട് സംസാരിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ഇപ്പോൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത്, നെഗറ്റീവ് കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ വരുന്ന കമൻ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കും. നേരിട്ട് നമ്മളോട് ചിലപ്പോൾ അതൊന്നും ശരിയാവുകയില്ല എന്നൊക്കെ ചിലർ പറയാറ്. അപ്പം അങ്ങനെ പറയുന്ന ഒരു കാര്യത്തിനകത്ത് 2 രീതിയിൽ നമുക്ക് ആ കമൻറ്റ് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഒന്ന്, നെഗറ്റീവ് ഇമ്പാക്റ്റ് തരുന്നതുകൊണ്ട് നെഗറ്റീവായ പേഴ്സണിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു രീതി. 2, ആ നെഗറ്റീവ് കമൻറ്റിനെ തോൽപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി വെച്ച് ലക്ഷ്യങ്ങളിൽ വിജയിച്ച് കാണിക്കുന്ന രണ്ടാമത്തെ രീതി. അപ്പോൾ അവിടെ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മുന്നോട്ട് പോകാൻ പ്രചോദനം അതിൽ നിന്ന് ലഭിക്കും, മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കിട്ടും. അപ്പോൾ ആ ഒരു നെഗറ്റീവ് കമൻറ്റ് നമുക്ക് പോസിറ്റീവ് എനർജിയാണ് തന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നെഗറ്റീവായ ആളോട് അടുത്തില്ലെങ്കിലും നെഗറ്റീവായ ആൾ നമ്മളോട് പറയുന്ന ഒരു വാക്കിലൂടെ നമുക്ക് താൽക്കാലികമായി ദേഷ്യം തോന്നും. പക്ഷെ ആ ദേഷ്യം നമ്മുടെ എനർജി വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് അതിനെതിരെ നിന്ന് ചെയ്യാനുള്ള പ്രചോദനം കിട്ടുമ്പോഴും നമ്മുടെ ലക്ഷ്യത്തോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്, അകലുകയല്ല. അപ്പം നമ്മൾക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നൊരാൾ നമ്മളോട് പറയുകയാണ്, അല്ല ചെയ്യാൻ പറ്റുകയില്ലെന്ന് നമ്മളെ വെല്ലുവിളിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക. ദേഷ്യം വരുമ്പോൾ പൂർണ്ണമായും ആ ഒരു പ്രവൃത്തി ചെയ്ത് കാണിച്ചിട്ടേ അടങ്ങുമെന്നൊരു ടെൻഡൻസി അപ്പം വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ പ്രവൃത്തിയിൽ വിജയം വരും. നെഗറ്റീവ് പറഞ്ഞ ആൾ തോറ്റുമ്പോൾ ഈ നെഗറ്റീവായ പറഞ്ഞ ആളെ തോൽപ്പിക്കാനുള്ള വൈരാഗ്യത്തിനായിരിക്കും നമ്മളിതെല്ലാം ചെയ്ത് കൂട്ടുന്നത്. പക്ഷേ ആ രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച പ്രവൃത്തി ഇവിടെ നടന്നു, നെഗറ്റീവ് പറഞ്ഞ ആളെ നമ്മൾ തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്ന ആളെ തോൽപ്പിക്കാനുള്ള ടെൻഡൻസി നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയം വരുന്നത്. നെഗറ്റീവ് പറയുന്ന ആളുകൾ സമൂഹത്തിലില്ല എങ്കിൽ നമ്മൾക്ക് പല പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നമുക്കുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളെന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്നത് ആരെങ്കിലും നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമുക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നയാളാണ് നമ്മളെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ആരെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ മാത്രമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഇപ്പം കറക്റ്റായിട്ടാണ് ഒരാൾ ചെയ്യുന്നത് കരുതുക, ആ ആൾക്ക് ആ ഒരു ചെയ്യുന്നില്ല തെറ്റ് സംഭവിച്ചില്ല എങ്ങനെ തിരുത്തണമെന്ന് ചിലപ്പം വലിയ ബോധ്യം ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഒരു കുട്ടി 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുക എന്ന് കരുതുക. അപ്പം ആ കുട്ടി ഒരിക്കലും തോൽവി അറിഞ്ഞിട്ടില്ലെന്ന് കരുതുക, ഒരിക്കലും ആ കുട്ടി തോൽവി അറിഞ്ഞിട്ടില്ല. അപ്പം ഏതെങ്കിലും ഒരു കാലത്ത് ആ കുട്ടി ഒരിക്കൽ തോറ്റാൽ ആ കുട്ടിയുടെ മനസ്സിൻ്റെ നിലയെ തന്നെ അത് ബാധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഡിപ്രഷനിലേക്ക് ആ കുട്ടി പോകും. തോക്കാൻ പാടില്ല, തോക്കാതെ ജയിച്ചു വരുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്കെല്ലാവർക്കും ക്രെഡിറ്റ് ഉള്ള കാര്യം. പക്ഷേ
പഠിക്കുന്ന എത്ര വലിയ കുട്ടികളാണെങ്കിലും ചില സമയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനൊക്കെ ചില സമയങ്ങളിൽ തോറ്റു പോകാറുണ്ട്. പക്ഷേ വിജയം മാത്രം ലഭിക്കുന്ന കുട്ടികളുണ്ട്. ജീവിതത്തിൽ തോൽവി എന്തെന്നറിയാതെ പഠിക്കുന്ന കാലഘട്ടത്തിൽ തോറ്റിട്ടേ ഇല്ലാത്ത കുട്ടികളുണ്ട്. മെയിൻ എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ഓണത്തിൻ്റെ എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം, ക്ലാസ് ടെസ്റ്റ് ആയിക്കോട്ടെ, ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ടുള്ള എക്സാമുകളായിക്കോട്ടെ, എല്ലാ വിഷയങ്ങളും, എത്ര വിഷയങ്ങളും അത്രയും വിഷയങ്ങളും ഒരേപോലെ ജയിച്ച് വരികയും പഠിക്കാൻ ചേർന്ന കാലഘട്ടം തൊട്ട് ഒരു 10ാം ക്ലാസ് വരെയും ആ കുട്ടിയെ കണ്ട് പഠിക്കുക എന്ന് മറ്റ് മാതാപിതാക്കൾ ഉപദേശിച്ച് മറ്റു കുട്ടികളെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ അസൂയാവകമായ വളർച്ച കാണിക്കുന്ന കുട്ടികളുണ്ട്. നമുക്കെല്ലാവർക്കും അങ്ങനെ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഓരോ ക്ലാസ്സുകളിൽ അത്തരം കുട്ടികൾ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഒരാളെ ഓർമ്മ വരും പറയുമ്പോൾ. നമുക്കെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരു വ്യക്തിയെ. എല്ലാ വിഷയത്തിലും ഫെയിലാവുന്ന 2-3 ആളുകളും കാണും. ആ വ്യക്തികളെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? എല്ലാ വിഷയത്തിലും ജയിച്ച ആ കുട്ടികളിൽ പലരും ജീവിതത്തിൽ എങ്ങും ഇന്നും എത്തിയിട്ടുണ്ടാവുകയില്ല. പക്ഷേ തോറ്റു കിടന്ന കുറേ ആളുകളുണ്ടാവും. അവരെയെല്ലാം നോക്കുമ്പോൾ അവർ സാമ്പത്തികമായി വളരെയധികം ഉയർന്നിട്ടുമുണ്ടാവും. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് നോക്കൂ. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക. സ്റ്റുഡൻസ് ആണെങ്കിൽ അത് മനസ്സിലാവുകയില്ല. ഇച്ചിരി മുതിർന്ന ആളുകൾ, ഇപ്പം ക്ലാസ് ജീവിതമൊക്കെ വിട്ടിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. ആദ്യകാലത്ത് 1 തോൽവി 2 ജയം, 1 തോൽവി അങ്ങനെയൊക്കെ പോയിരുന്ന ആളുകൾ ഏത് സ്റ്റേജിലെത്തി? തുടർച്ചയായിട്ട് ജയിച്ച ആൾ ഏത് സ്റ്റേജിലെത്തി? ലൈഫിൽ മിക്കപ്പോഴും വിജയിക്കുന്ന ആളുകൾ തോറ്റ ആളുകളാണ്. സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ആദ്യത്തെ തോൽവിയെ തന്നെ അഭിമുഖീകരിക്കാൻ പറ്റാതെ അവർ ഡിപ്രഷനിലേക്ക് മുങ്ങിപ്പോവും. പിന്നെ ഒരു 4-5 കൊല്ലത്തേക്ക് അവർ ഉണർന്നു വരികയില്ല. ഇതോടുതന്നെ ലൈഫിൻ്റെ ടൈം നമുക്കറിയാം, ഓരോ വർഷവും ഓരോ വയസ്സ് വീതം നമുക്ക് കൂടുകയാണ്. ഓരോ വയസ്സ് വീതം കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നിന്ന് 5-6 കൊല്ലമൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, ഒരു പ്രയോജനമില്ലാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ ആദ്യകാലത്ത് കുട്ടിക്കാലം തൊട്ടേ ഇടയ്ക്കൊരു തോൽവിയൊക്കെ ഏറ്റുവാങ്ങുന്നവർക്ക് ആളുകളുടെ കുറ്റപ്പെടുത്തുകളൊരു പ്രശ്നമല്ല. ആദ്യം പ്രശ്നം, ഇപ്പോൾ ഒരു കുട്ടി ഒരു 4ാം ക്ലാസ്സിൽ തോറ്റുപോയി. അവനെ ബന്ധുക്കളെല്ലാം ശകാരിച്ചു. മനക്കെട്ടി ഉണ്ടെന്ന് കരുതുക. മനക്കെട്ടി ഇല്ലാത്ത കുട്ടികൾ പലതും ചെയ്യും. മനക്കെട്ടി ഉള്ള കുട്ടിയാണെന്ന് കരുതുക. മനക്കെട്ടി ഉണ്ടാകണം, നമുക്കെല്ലാവർക്കും മനക്കെട്ടി ഉണ്ടാകും. ചിലർക്ക് മനക്കെട്ടി കുറഞ്ഞു പോകും, ചിലർ മനക്കെട്ടി ഉള്ളതായിട്ട് ഭാവിക്കും. പക്ഷെ മനക്കെട്ടി എടുക്കണം. ധൈര്യത്തോടെ അവരെ അഭിമുഖീകരിക്കുമ്പോൾ ബന്ധുക്കളുടെ എല്ലാം കുറ്റപ്പെടുത്തലുണ്ടാവാം, സമൂഹത്തിലുള്ളവരുടെ കുറ്റപ്പെടുത്തലുണ്ടാവും, ബന്ധത്തിൽപ്പെട്ട എല്ലാ കുട്ടികളും ജയിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ജയിച്ച് നമ്മൾ മാർക്ക് തോറ്റുപോയി, നമ്മൾ ദുഃഖിച്ചല്ലോ. ആദ്യത്തെ ഒരു കാലഘട്ടം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ ചെന്നു ഒന്ന് തോറ്റു, അത് പിന്നെ ഒരു പ്രശ്നമല്ല. പിന്നെ 6-ലും 7-ലും ഒക്കെ ജയിച്ചു, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ തോറ്റു. പിന്നെ തോൽവി ഒരു വിഷയമല്ല, അല്ലെങ്കിൽ ജയം ഒരു വിഷയമല്ല. ജയിച്ചു കഴിയുമ്പോൾ സന്തോഷം, തോറ്റാൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, തോറ്റുപോയി അത്രേ ഉള്ളൂ. പക്ഷേ അതുവരെ തോക്കാതിരുന്ന ഒരു കുഞ്ഞ് 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ നഴ്സറി കാലം കൊട്ടും തൊട്ടേ ആ കുട്ടി ഒന്നിനും തോക്കാതെ മുന്നോട്ട് വരുമ്പോൾ ആ കുട്ടി SLCയും ജയിച്ച് +1-ലെത്തുമ്പോൾ ഒരു പക്ഷേ തോറ്റു പോയാലോ? തോക്കാത്തവരുണ്ട് കേട്ടോ. ഇന്നുവരെയും തോക്കാത്ത ആളുകളുണ്ട്. എല്ലാ വിഷയത്തിലും പോയി തോക്കാതെ വിജയിച്ചു നല്ല ജോലിയിലെത്തിയവരുമുണ്ട്. അത് ജോലിയെ ലക്ഷ്യം വെച്ച് മാതാപിതാക്കൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഗോൾ സെറ്റിങ്ങുകൊണ്ടാണ് അവർ ജയിച്ചത്. ഇപ്പോൾ പുറത്തു നിന്നുള്ളവർ ചിന്തിക്കും, കണ്ടോ നന്നായി പഠിച്ചുകൊണ്ട് അവൻ നല്ല ജോലി ചെയ്യുന്നു, അവൻ ഡോക്ടറായി എഞ്ചിനീയറായി എന്ന് പറയുന്നു. പക്ഷേ കുട്ടിക്ക് ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ എന്ന് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. അതവരുടെ പേരൻസ് കൃത്യം റൂട്ടിട്ടിട്ടാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ആ കുട്ടി ആ ജോലിയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന പലരും ബാക്കിയുള്ളവർ തോറ്റും ജയിച്ചും മടിച്ചും പിടിച്ചും ഒക്കെ ആയിട്ട് കയറി വന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ജോലി തിരഞ്ഞെടുത്ത് ജോലി കിട്ടും. ഒരു സൈഡിൽ 2 രീതിയിലാണ് ഇത് ആലോചിക്കേണ്ടത്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ, ഇതുവരെ തോക്കാത്ത ഒരു കുട്ടി തോൽവി എന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കും. അപ്പോൾ അത് എടുക്കുന്ന മനസ്സ് ആ കുട്ടിയുടെ മനസ്ഥിതി പോലെ ഇരിക്കും. ജയിക്കണം വേണ്ടായിരുന്നു. ഒരു പക്ഷേ ആ നെഗറ്റീവ് കമൻറ്റിൽ തളർന്നു പോയിട്ട് കുറേ കാലത്തേക്ക് ആ ആൾ എഴുന്നേറ്റ് നിൽക്കാതെ വരും. ഇല്ല, ആ നെഗറ്റീവ് പറഞ്ഞ ആളുകളെ തോൽപ്പിക്കണമെന്ന വാശിയോടെ വീണ്ടും എക്സാം എഴുതി ജയിച്ച് അവിടെ നിന്നൊരു കുതിപ്പ് നടത്താനും
തുടർച്ചയായിട്ട് വിജയിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണെങ്കിൽ ചിലപ്പം ശ്രമിക്കും. മനസ്സിലാവും. അപ്പം നമുക്ക് നെഗറ്റീവ് കമൻറ്റ് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അതിൽ നിന്ന് ലഭിക്കുമെന്നും മനസ്സിലാക്കുക. അപ്പം ഏത് രീതിയിലാണ് നമ്മളത് എടുക്കുന്നത് കൂടി നമ്മൾ ചിന്തിക്കണം. ഒരാൾ പറയുന്ന ഒരു നെഗറ്റീവ് കാര്യമാണെങ്കിൽ അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത് പ്രചോദനം എടുത്ത് വന്ന് വിജയിച്ച് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല പ്രതികാരമായിട്ട് പറയുന്നത്. അല്ല ആ വ്യക്തിയോട് നമ്മൾ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കിക്കോ, മനസ്സമാധാനത്തിന് വേണ്ടി ബഹളം ഉണ്ടാക്കാം, അവരെ രണ്ടെണ്ണം പറയാം, അതിനുശേഷം നെഗറ്റീവ് പറഞ്ഞ ആളെ 2 വാക്കൊക്കെ പറഞ്ഞ് അതിനുശേഷം ആ ഒരു പ്രവൃത്തിയിൽ മാക്സിമം അറിവ് സമ്പാദിച്ച് രണ്ടാമത് ശ്രമിക്കുക. വീണ്ടും തോറ്റുപോയാൽ വീണ്ടും ശ്രമിക്കുക. എത്ര തവണ തോക്കുന്നു അത്രയും തവണ ശ്രമിക്കുക. ഇതാണ് പ്രധാന പദ്ധതി. ഓരോ തവണ തോൽക്കുമ്പോഴും നമ്മൾ പുതിയ പാഠങ്ങൾ പഠിക്കുന്നു. വിജയിച്ച ആൾ ചിലപ്പോൾ ഭാഗ്യം കൊണ്ടായിരിക്കാം വിജയിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അപ്പോഴത്തെ സാഹചര്യം കൊണ്ടായിരിക്കാം വിജയിച്ചു പോകുന്നത്. ഒരു പക്ഷേ അയാൾ കഠിനമായി വർക്ക് ചെയ്തിട്ടായിരിക്കും വിജയിച്ചത്. ആദ്യമേ അതിനുള്ള മുൻ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി എടുത്തു വെച്ചിരുന്നു, അതുകൊണ്ടാണ് അയാൾ വിജയിച്ചത്. പക്ഷേ തുടർച്ചയായിട്ട് തോൽവി സംഭവിച്ച ആൾ കുറേ കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കും. വിജയിച്ച ആളെ കൂടുതൽ പഠിക്കും. അപ്പോൾ ആ ഒരു വിജയം എടുക്കാനായിട്ട് അവസാനത്തെ ഒരു കളി കളിച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് ടൈമിൽ ആ വ്യക്തി വിജയിക്കുകയാണ് ചെയ്യുക. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പം പ്രധാന കാര്യം നെഗറ്റീവാണേലും പോസിറ്റീവാണേലും നമുക്ക് വരുന്ന ഒരു കാര്യം നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണമെന്നുള്ള പറയുന്നൊരു കാര്യം. ഇത് ചിലപ്പോൾ ജീവിതത്തിലെ കാലഘട്ടങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോകാം. ഒരുപക്ഷെ നമ്മുടെ നല്ല പ്രായങ്ങൾ മുഴുവൻ കടന്നും പോകാം, താമസിച്ചു പോകാം. ചിലപ്പോൾ 50 വയസ്സിലായിരിക്കാം ജീവിതത്തിൽ ഒരാൾ വിജയത്തിലെത്തുക. നമ്മൾ വിജയിച്ചു എന്ന് പറയുന്നത് ചിലപ്പോൾ ക്ലാസ് ടെസ്റ്റിലെല്ലാം വിജയിച്ചിരുന്ന ആൾ ചിലപ്പോൾ ജീവിതത്തിൽ ഇന്നൊന്നും ആയി കാണുകയില്ല. നമ്മൾ വിജയിക്കുന്ന കാലത്തും അവൻ എവിടെയെങ്കിലും ചുമ്മാ നിൽക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ ചുമ്മാ ജോലി ചെയ്യുന്നതായിരിക്കും കാണുന്നത്. ആ വ്യക്തിക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിനനുസരിച്ചാവുകയല്ല ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ ജീവിതം ഉയർന്നിട്ടുണ്ടാവുക. മനസ്സിലാവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. കൂടുതലും നമ്മൾ കണ്ടിട്ടുണ്ട് ബാക്കി ബെഞ്ചിലുണ്ടായിരുന്ന ആളുകളെല്ലാം വിദേശത്ത് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൊരു പ്രത്യേകം കാഴ്ചയാണ്. 10ാം ക്ലാസ്സിന് ശേഷമൊക്കെ ബാക്കി ബെഞ്ചിലിരിക്കുന്ന ആളുകൾ ഉടനെ തന്നെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കും. ആ സമയത്ത് തുടർ വിദ്യാഭ്യാസത്തിന് പോയവരും തുടർ വിദ്യാഭ്യാസത്തിന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തോറ്റുപോയവരും ബാക്ക് ബെഞ്ചിലുണ്ടായിരുന്നവരും ആദ്യമേ ജോലി ചെയ്യുന്നു. അപ്പോൾ അവർ ജീവിതത്തോടുള്ള ആദ്യത്തെ കളിയെ പഠിച്ചു കഴിഞ്ഞു. അവർ ജീവിതത്തിലെ പരീക്ഷയാണ് വെല്ലുവിളിക്കാൻ പറ്റും. മറ്റവരുടെ പഠനം തുടങ്ങുന്നതേ ഉള്ളൂ. 20-ലും 23-ലും ഒക്കെ അവർ പഠിക്കാനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതുവരെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ മറ്റവർ നേരത്തെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിയുകൊണ്ട് അവരുടെ മൈൻഡ് സെറ്റ് വേറൊന്നും. കൂടുതൽ വിദ്യാഭ്യാസം നേടിയ ആളുകൾ ഏതെങ്കിലും കാരണവശാൽ പരാജയപ്പെട്ട് പോയാൽ അവരുടെ മൈൻഡ് സെറ്റ് വളരെ വീക്കുമായിരിക്കും പലപ്പോഴും. അതുകൊണ്ടാണ് പലപ്പോഴും സക്സസ് ആവാൻ പറ്റാതെ വരും. പക്ഷേ നെഗറ്റീവ് കമൻറ്റുകൾ നമ്മൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ കേട്ട ശേഷം അതിനെതിരെ നമ്മൾ എടുക്കുന്നതിനെ ആ കമൻറ്റിനെതിരായിട്ട് എന്ത് ചെയ്യണം, അത് പ്രവൃത്തിയിലൂടെ ചെയ്യുക. ആ വ്യക്തിയെ അടിച്ചു വിടുത്താനോ അല്ല ആ വ്യക്തിയെ നശിപ്പിക്കാനോ ആ വ്യക്തിയെ ചീത്ത വിളിക്കാനോ അല്ല പറയും. വേണമെങ്കിൽ നമുക്ക് ദേഷ്യപ്പെടാം, ചീത്ത വിളിക്കണം, വിളിക്കാം. വാക്കേറ്റവും ദേഹോദ്രവം ഒന്നും ചെയ്യേണ്ട, കയ്യേറ്റവും ദേഹോദ്രവം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവരത് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു പ്രവൃത്തി ചെയ്തെങ്കിൽ പോലും അതേപ്പറ്റി മനസ്സിലാക്കാൻ ഗ്രാഹിയില്ലാത്തവരും ആ വാക്കുകൾ നമ്മളോട് പറയാറുണ്ട്. ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിവില്ല. ഇപ്പം ഞാൻ വേണേൽ അതിനൊരു ഉദാഹരണം പറയാം, നിങ്ങളോട് ഞാൻ പറയാം. ഇപ്പോൾ നല്ലതായിട്ട് പാട്ട് പാടുന്ന ഒരാൾ ആ വ്യക്തി ഒരു ശാസ്ത്രീയ സംഗീതം പഠിക്കുകയാണ്. അതിനുശേഷം ഒരു ഓണാഘോഷ പരിപാടി വന്നു. ഓണാഘോഷ പരിപാടി വന്നപ്പോൾ എല്ലാ ആളുകളും സിനിമാ പാട്ടുകൾ പാടി എല്ലാവരും കൈകൊട്ടുന്നു, സന്തോഷിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ഥിരം ഗായകനായ കുട്ടി എഴുന്നേറ്റ് അവൻ പുതിയതായി ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട്. അവന് രാഗങ്ങളെപ്പറ്റിയും താളങ്ങളെപ്പറ്റിയൊക്കെ ഭയങ്കര അറിവാണ്. ഗുരുക്കന്മാരുടെ എല്ലാം പ്രശംസയും ഒരുപാട് അവാർഡുകളും അവന് കിട്ടിയതാണ്. ഒരു ചെറിയ ശാസ്ത്രീയ സംഗീതം അവനൊരു കോളേജിൽ പാടുകയോ അല്ലെങ്കിൽ ഫെസ്റ്റിവലിന് പാടുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് സത്യത്തിൽ ഇരിക്കുന്ന ഒരൊറ്റ സ്റ്റുഡൻസ് ഇപ്പം റെസ്പെക്റ്റോടുകൂടി അത് നടത്താൻ പോകുമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകും. പക്ഷേ ഒരു കോളേജ് അന്തരീക്ഷത്തിൻ്റെതോ അല്ലെങ്കിൽ ക്ലാസ് അന്തരീക്ഷത്തിൻ്റെതോ
ശാസ്ത്രീയ സംഗീതം സന്തോഷം നൽകുന്നതല്ല. ശാസ്ത്രീയ സംഗീതം മഹത്തരമാണ്, അറിവിൻ്റെ സാഗരമാണ്. പക്ഷേ എന്താ കുഴപ്പം? ഇരിക്കുന്നവർക്ക് ആർക്കും ശാസ്ത്രീയ സംഗീതം അറിയത്തില്ല. അത് തന്നെയാണ് കുഴപ്പം. അതായത് നമ്മൾ ആരുടെ മുന്നിലാണ് പോയി പാടിയത്, ആ വ്യക്തികൾക്ക് ശാസ്ത്രീയ സംഗീതം അറിയത്തില്ല. അവർ കൂവും, കളിയാക്കും, നിർത്താൻ പറയും, പല ആക്ഷൻ കാണിക്കും, പലതും വിളിച്ചു പറയും. പകരം നമ്മൾ മുതിർന്ന കുറേ ആളുകളുടെ മുമ്പിൽ ഇരുന്ന് ശാസ്ത്രീയ സംഗീതം, പ്രായം കുറഞ്ഞ ആളായിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ആരാണല്ലോ, ശാസ്ത്രീയ സംഗീതം നമ്മൾ പാടുകയാണെങ്കിൽ അവർക്ക് കൈകൂട്ടും. കുട്ടിയുടെ അറിവ് വളരെ കൂടുതലാണ്, വളരെയധികം വിവരമുള്ള കുട്ടിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രശംസിക്കും. പക്ഷേ നമ്മൾ ആരുടെ മുന്നിൽ പോയിട്ടാണ് പാടിയത്? അപ്പോൾ വന്ന കൂവലും കളിയാക്കലും നെഗറ്റീവ് അല്ലേ? അപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്കുണ്ടാവും. ശാസ്ത്രീയ സംഗീതത്തെ നമ്മളപ്പോൾ കുറച്ച് കാണുന്ന ഒരു ടെൻഡൻസിയിലേക്ക് വരും. അല്ല, സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കും കൂടി കാര്യം പിടുത്തം കിട്ടണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് തന്നെ വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കുന്ന ആളുകളെ വേണം നമ്മൾ കൂട്ടത്തിൽ ചേർക്കാൻ, അല്ലെങ്കിൽ ആ ആളുകളുടെ മുമ്പിൽ വേണം നമ്മളിത് കാണിക്കാൻ. അവിടെ ഉണ്ട് അസൂയുള്ള ആളുകളും മത്സരക്കാരും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ നെഗറ്റീവ് കമൻറ്റ് പറയുന്ന ആളുകളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇന്നൊരു വിഷയം എടുത്തിട്ട് ഞാൻ ഇന്ന രീതിയിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് ചെന്ന് പറയുകയാണെന്ന് കരുതുക. ആൾ പറയണ, എടാ അതെടുക്കാതെ ഇന്ന കോഴ്സ് എടുത്ത് നീ ഇത് ചെയ്യുക, എൻ്റെ മക്കളെ ഞാൻ അതാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് പോലും നമ്മളവർ ചെന്ന് ചേരുമ്പോൾ നമുക്ക് തലയിൽ കയറാത്തൊരു വിഷയമായിരിക്കും. നമ്മൾ തോറ്റുപോയി, സമയം പോയി, വർഷം പോയി. നമ്മൾ പറഞ്ഞ കാര്യത്തിന് ആദ്യമേ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഉയർന്നതിന്. അവരുടെ കുട്ടികൾക്ക് ചിലപ്പോൾ അത് പഠിക്കാൻ കഴിവുണ്ടാവുകയില്ല. ഇങ്ങനെ പലരും പേരൻസിനോടും പല ആളുകളോടും പല അഭിപ്രായങ്ങൾ പറയുന്നതുകൊണ്ടാണ് ചിലരുടെ വിദ്യാഭ്യാസ നിലകൾ മാറി പറയുന്നത്, ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ എത്താതെ പോകുന്നത്. പിന്നെ ഒരു പ്രായം കഴിഞ്ഞ ശേഷം ഏതെങ്കിലും കോഴ്സ് എടുത്ത് പിന്നീട് ആ ഒരു ലക്ഷ്യത്തിന് പിന്നാലെ പോകാൻ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പോകൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്ക് കയറി സാധാരണ ഒരു ജീവിതത്തിലേക്ക് മാത്രമേ നീങ്ങിയുള്ളൂ. ഉയർന്നു വരുന്ന ശമ്പളത്തെയും പ്രതീക്ഷിച്ചിരിക്കുക മാത്രമേ പിന്നെ വഴിയുള്ളൂ. ജീവിതത്തിലെ ചക്രം വട്ടം കറങ്ങുന്ന രീതിയിൽ ഇങ്ങനെ എല്ലാ ദിവസവും പ്രശ്നങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്യേണ്ട മാത്രമായ ഒരു അവസ്ഥയിലേക്ക് വരും. സെറ്റിൽഡ് ആകാത്ത ഒരു അവസ്ഥയിലേക്ക് മൈൻഡ് ആകും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം പറയുന്നത്. നമ്മൾ കൃത്യമായി നെഗറ്റീവ് നമ്മളോട് ആരെങ്ങനെയാണ് പറയുന്നത്, ആ കാര്യത്തെപ്പറ്റി ശരിയായി സ്റ്റഡി ചെയ്യുക. അതിനുശേഷം ആ നെഗറ്റീവിനെ തോൽപ്പിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതേപ്പറ്റി അറിവില്ലെങ്കിൽ ആ വ്യക്തിയോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അതിനാണ് ഞാൻ ഈ പാട്ടിൻ്റെ ഉദാഹരണം പറഞ്ഞത്. ശാസ്ത്രീയ സംഗീതം ആർക്കൊക്കെ മനസ്സിലാവുന്നവരുടെ മുമ്പ് മാത്രം. ഇപ്പം ഞാൻ പറയാം, വേറൊരു കാര്യം പറയാം. എല്ലാ ആളുകൾക്കും ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോ വളരെ ഇഷ്ടമാണ്. ക്രിക്കറ്റ് ഗെയിം ഷോ വളരെ ഇഷ്ടമാണ്. ആ ഗെയിം ഷോ വളരെ താല്പര്യമുണ്ട്. എന്നാൽ അവിചാരിതമായിട്ട് ചില ഇപ്പോഴത്തെ തലമുറയുള്ളവർക്കാണ് ചിലർക്ക് ക്രിക്കറ്റിനോട് ചിലപ്പോൾ താല്പര്യം കാണില്ല, ഫുട്ബോളിനോടായിരിക്കും താല്പര്യം കാണുക. എന്തുകൊണ്ടാണ് അങ്ങനെ വരിക? അപ്പോൾ ഒരു 10 ക്രിക്കറ്റ് ഫാൻസ് ഇരിക്കുന്നവർക്ക് ഒരു ഫുട്ബോൾ മാത്രം അറിയാവുന്ന ഒരാൾ ഇരിക്കുകയാണ്. 9 പേർക്ക് ക്രിക്കറ്റ് കളിയെ പറ്റി നല്ല ഗ്രാഹ്യമുണ്ട്. 10ാമത്തെ വ്യക്തി ക്രിക്കറ്റ് കാണുകയില്ല, ഫുട്ബോൾ മാത്രം കാണും. നമുക്ക് നല്ല ഉദാഹരണമാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഈ ക്രിക്കറ്റിനെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് ഇവൻ സൈലൻ്റാണ്, ഇവന് മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 9 പേരും ചേർന്ന് ഇവനെ കളിയാക്കും, ഇൻസൾട്ട് ചെയ്യും. പക്ഷെ വേറെ തരവൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇവനെ പുറത്തു പോകാൻ പറ്റാതെ വരും. അപ്പോൾ എങ്ങനെയാണ് മൈൻഡ് ഫിറ്റ് മാറുക? അതായത് ഈ വ്യക്തിക്ക് ക്രിക്കറ്റിനെ പറ്റി അറിവില്ല. അപ്പോൾ ക്രിക്കറ്റിനെ പറ്റി എത്ര പറഞ്ഞാലും ഈ വ്യക്തിക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ചിലപ്പോൾ അവൻ ക്രിക്കറ്റ് ഗെയിമിനെ ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യുന്ന വാക്ക് പറയാം. അപ്പോൾ തിരിച്ച് ഒരു ഫുട്ബോൾ ഗെയിമിനെ ഇൻസൾട്ട് ചെയ്യുന്ന കാര്യം പറയാം. ഇതെന്തുകൊണ്ടാണ്? മൈൻഡ് ഫിറ്റ് മനസ്സിലാവാത്തത്. അപ്പോൾ മൈൻഡ് ഫിറ്റിന് മനസ്സിലാവാത്തതും മറ്റൊരാൾ ചെയ്യുന്നതിൽ വൃത്തിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിലും ആ അറിവ് ഉള്ളയാളുടെ മുന്നിൽ മാത്രമേ അത് സംസാരിക്കാനും പ്രകടിപ്പിക്കാനും നമുക്ക് പറ്റുന്നുള്ളൂ. ഇത് ചെയ്യുന്നതിൽ മാറ്റങ്ങൾ കൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് കേൾക്കുന്നത്. നെഗറ്റീവ് പൂർണ്ണമായും തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നൊരു പരിപാടിയേ ഈ ലോകത്തില്ല. കാരണം ആരെങ്ങനെയാണ് ഒരു വിഷയം കാണുന്നത് അത് മനസ്സിലാക്കുന്ന രീതിയാണ്. ഇപ്പം ഞാൻ പറയാം, സിനിമ കാണാനായിട്ട് ഒരാൾ കയറുകയാണ്. അപ്പം നമ്മൾ ചോദിക്കുന്നത് സിനിമ എങ്ങനെയുണ്ട്, നല്ലതാണോ? കുറച്ച് കോമഡി മാത്രം, നമ്മൾ കുറേ വളിപ്പ് മാത്രം പറയുന്നു എന്ന് പറഞ്ഞു വരും. കോമഡി ചിത്രം ഇഷ്ടമുള്ളവൻ അത് കാണാനേ ഇഷ്ടപ്പെടും. മറ്റേ ആൾ ചിലപ്പോൾ കുറച്ചുകൂടി തീവ്രമായ സ്റ്റോറി, റൊമാൻറ്റിക് സ്റ്റോറികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആക്ഷൻ തുടങ്ങിയവയായിരിക്കും അയാൾക്ക് ഇഷ്ടം. ആൾ സിനിമ കണ്ടു ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കോമഡി ചിത്രമല്ലോ, കോമഡി മാത്രം. അതൊക്കെ കോമഡി ഇഷ്ടമല്ല. കോമഡി ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ആയിരിക്കും ആ സിനിമ ഇറങ്ങും.
കോമഡി കണ്ടിട്ട് കോമഡി ഇഷ്ടമുള്ള ആൾ കണ്ടു വരുമ്പോൾ നല്ല സിനിമയാട്ടോ, നല്ല സിനിമ, നല്ല കോമഡിയായിരുന്നു, ചിരിച്ചിരി ചട്ടപ്പാട് തീർന്നു പറയും. എങ്ങനെയാണ് അത് പറയുന്നത്? ഈ ആൾക്ക് ഹ്യൂമർ സെൻസ് ഉണ്ട്, മറ്റേ ആൾക്ക് ഹ്യൂമർ സെൻസ് ഇല്ലായിരുന്നു. മറ്റേ ആൾക്ക് ഇച്ചുകൂടി തീക്ഷ്ണമായ കഥകളാണ് ഇഷ്ടം. സാഹിത്യത്തിൽ ദുഃഖം, വിഷമം, ജീവിതത്തെ സാഹചര്യമൊക്കെ കണ്ട് അല്പം സങ്കടപ്പെടാൻ വന്ന ആളാണ്. ചിരിക്കണം വന്നപ്പം ചിരിക്കണമെന്ന് തോന്നുകയില്ല അയാൾക്ക്. കോമഡി മനസ്സിലാവാത്ത ആളുകളുണ്ട്. ചില സ്ഥാപനങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ചില സ്ഥാപനങ്ങളിലെ നമ്മളുടെ ഒരു ഉടമസ്ഥരോട് കോമഡി പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചിരിക്കത്തേയില്ല, സീരിയസ് ആയിരിക്കും. കോമഡി മനസ്സിലാവാത്ത മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ സിനിമ കാണാത്ത ആളുകളുണ്ട്, ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ ഗെയിമുകൾ കാണാത്ത ആളുകളുണ്ട്, TV ഓണാക്കാത്ത ആളുകളുണ്ട്, ഇന്ന് വരെ ഒരു TV പ്രോഗ്രാം കാണാത്ത ആളുകളുണ്ട്, പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, പാവ, ടോയ്സ് തുടങ്ങിയവ കാണുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. ചിലരെ ടൈം ടേബിൾ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുണ്ട്. മിക്ക ഭക്ഷണങ്ങളോടും അവർക്ക് അലർജി ആയിരിക്കും. കൈ നിറയെ പണം ഉണ്ടായിരിക്കും, പക്ഷെ ഭക്ഷണമൊന്നും കഴിക്കില്ല. അവർ ചെറിയ പച്ചക്കറിയൊക്കെ തിന്നിട്ടായിരിക്കും അവർ ഇരിക്കുക. എന്തെങ്കിലും പച്ചക്കറിയൊക്കെ തിന്നുന്നതായിരിക്കും അവരുടെ ഹോബി. രോഗങ്ങളൊന്നും കാണുന്നില്ല, ചിലരുടെ ഹോബി അങ്ങനെയാണ്. അങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ള ചില ആളുകളോട് ചെന്ന് ചിലപ്പോൾ നമ്മൾ പറയും ഞാൻ ചെയ്ത ഷോർട്ടാണ്, റീലാണ്, അല്ലെങ്കിൽ ഇത് ഇന്നതാണ്, അതാണ് ഡമ്മാഷാണ്, അതാണ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റ ചോദ്യമാണ്, ഇതുകൊണ്ടൊക്കെ വല്ലതും ജീവിക്കാൻ പറ്റുമോ, ഇതുകൊണ്ട് വല്ല ഇൻകമൊക്കെ നമുക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. എന്ത് കാര്യം ചോദിച്ചാലും അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു കഴിവിനെ അംഗീകരിക്കാത്ത ഒരു വേദന പെട്ടെന്ന് നമുക്കുണ്ടാകും. അപ്പോൾ അതെന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെഗറ്റീവ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കാരണങ്ങൾ കൊണ്ടാണ്. 1, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതേപ്പറ്റി അറിവില്ല. 2, അത്തരം കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധിയില്ല. 3, അസൂയ കൊണ്ട്. അസൂയ കൊണ്ട് പറയുന്ന ആളുകളെ മാത്രമേ നെഗറ്റീവ് കമൻറ്റിനെ നമുക്ക് നേരിടാൻ പറ്റൂ. ബാക്കി പറഞ്ഞ ഒരു കാര്യത്തിൽ നമുക്ക് നെഗറ്റീവ് കമൻറ്റിനെ നേരിടാൻ പ്രത്യേകിച്ച് ഓപ്ഷനൊന്നുമില്ല. ആ ആളുകളിൽ നിന്ന് മാറുക, അല്ലെങ്കിൽ ആ ആളുകളുടെ അടുത്ത് പോയിട്ടൊന്നും കാണിക്കുക, ഇരിക്കുക എന്ന് തന്നെയാണ് അതിനുള്ള ഓപ്ഷൻ എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാമ്പശ്രീയുടെ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട്, തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഫെബ്രുവരി ജനിച്ചവരുടെ സ്വഭാവത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, ഒരു മോട്ടിവേഷൻ കാര്യങ്ങൾ നമ്മളിന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പം ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി.